പ്രാണനിൽ നീ മാത്രം. പുതിയ MDക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. ആരുഷി, ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഡിപ്പാർട്ട്മെന്റ് ഹെഡായ മിഥുൻ വന്ന് പറഞ്ഞതും ആരുഷി ഒന്ന് ഞെട്ടി. ഞാൻ ഇത്തിരി ബിസിയാണ്, 10 മിനിറ്റിനുള്ളിൽ പൊയ്ക്കോളാം. അല്പം വിറയലോടെ ലാപ്പിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ ആരുഷി അവന് മറുപടി കൊടുത്തു. സാറിത്തിരി കലിപ്പനാണ്, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ച് നിന്നോണം കേട്ടോ. എന്താടാ, എന്തെങ്കിലും പ്രോബ്ലം? അമലു മാഡത്തിനോട് എന്തൊക്കെയോ പറഞ്ഞു, തട്ടിക്കയറുന്നുണ്ട്. മാഡം ഒരു പ്രോജക്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ ഇത്തിരി ലേറ്റായി ഇന്ന്. കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. മിഥുന് മറുപടി കൊടുത്തുവെങ്കിലും ആരുഷിക്ക് MDയുടെ റൂമിലേക്ക് കയറിപ്പോകാൻ നല്ല ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അവൾ അവിടേക്ക് കയറിപ്പോയില്ല. ഇത്തിരി നേരം കഴിഞ്ഞതും ഒരാൾ പാഞ്ഞു വരുന്നത് അവൾ കണ്ടു. നോക്കിയപ്പോൾ സാക്ഷാൽ കാർത്തിക് ശങ്കർ, മേനു ഗ്രൂപ്പിന്റെ MD. അവൻ വന്നതും പേടിയോടെ ആരുഷി എഴുന്നേറ്റു. മിഥുൻ വന്നു പറഞ്ഞിട്ട് നീ എന്തടി അകത്തേക്ക് കയറി വരാത്തത്? അവൻ അലറിയതും അവൾ തന്റെ ഇരുവശങ്ങളിലേക്കും മുഖം തിരിച്ചു. സർ, ഞാൻ പറഞ്ഞു തീരും മുന്നേ അവൻ അവളുടെ വലങ്കയിൽ പിടുത്തമിട്ടു. എന്നിട്ട് ആരുഷിയും വലിച്ചുകൊണ്ട് അവൻ തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് പോയി. മറ്റ് സ്റ്റാഫ് എല്ലാവരും കാർത്തിക് ഇതെന്താണ് ചെയ്യുന്നത് എന്ന മട്ടിൽ നോക്കി നിൽക്കുകയാണ്. സർ പ്ലീസ്, വിടുന്നുണ്ടോ? അവൾ കിടന്നു കുതറി. എന്നാൽ അവൻ തന്റെ പിടുത്തം അല്പം കൂടി മുറുക്കിയതല്ലാതെ വിട്ടിരുന്നില്ല. നീ എന്താടി എന്നെക്കുറിച്ച് കരുതിയത്? അവൻ അലറി. ഞാനൊന്നും കരുതിയില്ല. എനിക്ക് കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ചി, നാവടക്കടി. അവൻ വീണ്ടും അലറി. നിന്നെ അനുസരിപ്പിക്കാൻ എനിക്ക് നല്ലോണം അറിയാം. കാണണൊടി നിനക്ക്? സർ, ആരെങ്കിലും കേൾക്കും, പതുക്കെ പറയ പ്ലീസ്. സൗകര്യമില്ല. നീ എന്നാ ചെയ്യും? അവൻ ചോദിച്ചതും ആരുഷി നിറഞ്ഞ മിഴിയോടെ അവനെ നോക്കി. ദ്രോഹിച്ചത് മതിയായില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയതല്ലേ? എന്നിട്ടും എന്നോട്? അവൾ അവനെ നോക്കി വിതുമ്പി. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ കഴിയുന്നത്. എന്നിട്ടും ആരോടും ഒരു സഹായത്തിനും വരുന്നില്ല. പിന്നെ എന്തിനാണ് സാർ എന്നോടിങ്ങനെ ക്രൂരത കാണിക്കുന്നത്? അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. സാർ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചു. എന്നിട്ടും ഇങ്ങനെ കാണിച്ചാൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. കരച്ചിലിനിടയിലും അവളുടെ ശബ്ദം ഒന്നു മുറുകി. എന്നിട്ട് എന്താടി ഇതിപ്പോഴും നിന്റെ കഴുത്തിൽ കിടക്കുന്നത്? കാർത്തിക് അവളുടെ കഴുത്തിൽ കിടന്ന താലിമാല വലിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു. നീ ഇത് ഒളിപ്പിച്ചു വെച്ചാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയോടി? ഇതൊന്നും സാറിനെ ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ കഴുത്തിൽ ഏതു മാല ഇടണമെന്നുള്ളത് ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാണ്ട് സാറല്ല. അവൾക്കും ഇത്തിരി വാശിയായി. ഡീ, സാർ ഒച്ചവെക്കണ്ട. ഇത് പറിച്ചെടുക്കാന്നും കരുതണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് സമ്മതിക്കില്ല. വേരോടെ ദേഷ്യത്തിൽ അവൾ പറഞ്ഞു. പെട്ടെന്ന് അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചമർത്തിയതും ആരുഷി നിന്നെടുത്ത് നിന്നും പൊങ്ങിപ്പോയി. എന്താടി, നിന്റെ ഉശിരൊക്കെ എവിടെ പോയി? അവൻ്റെ ശ്വാസം അവളുടെ കാതിനെ ചുട്ടു പൊള്ളിച്ചു. തള്ളി മാറ്റാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവൻ്റെ കരുത്തിൽ പാവം പെണ്ണ് അനങ്ങാതെ നിന്നുപോയി. ഇന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അമ്മ അവിടെ കാണും. അവരുടെ കൂടെ നീയും വന്നോണം, കേട്ടല്ലോ? അവളുടെ കവിളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇല്ല, ഞാൻ വരില്ല. നീ വരും. നീ വരൂടി. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം. ഏതാണ് വേണ്ടതെന്ന് നീ തീരുമാനിച്ചാൽ മതി. നടക്കില്ല കാർത്തികേട്ട. യാതൊരു കാരണവശാലും ഇനി ആ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വരില്ല. നിനക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശി. നമുക്ക് കാണാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തു നിന്നും അകന്നു മാറി. കണിമംഗലത്തെ മീനാക്ഷിയമ്മയ്ക്ക് നിന്നെ കാണാതെ ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് നീ മടങ്ങി വന്നേ തീരൂ. അമ്മയ്ക്ക് ഉറക്കമില്ലെങ്കിൽ നിങ്ങൾ വല്ല ഉറക്ക ഗുളികയും മേടിച്ചു കൊടുക്ക്. ഡീ, അലറണ്ട. ഞാനൊട്ട് വരാനും പോകുന്നില്ല. അവനെ തള്ളി മാറ്റിയ ശേഷം
ആരുഷി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ പോകുന്നത് നോക്കി കാർത്തിക് കുറച്ചു സമയം അങ്ങനെ നിന്നു. 2 മാസങ്ങൾക്ക് മുൻപ്. കാർത്തി, നീ സ്നേഹിക്കുന്നത് ഏത് പെൺകുട്ടിയായാലും ശരി, ഞങ്ങൾ നിന്റെ വിവാഹം നടത്തിത്തരും. അതിന് യാതൊരു മാറ്റവുമില്ല. പക്ഷെ ആരാണെന്ന് ഞങ്ങൾക്കറിയണം. കണിമംഗലത്തെ രാജശേഖരൻ്റെയും മീനാക്ഷിയുടെയും മൂത്ത മകനാണ് കാർത്തിക് ശേഖർ. 32കാരനായ ചുറുചുറുക്കുള്ള അതിസുന്ദരനായ യുവാവ്. അവൻ്റെ ഇളയത് ഒരു പെൺകുട്ടിയാണ്, അമലേന്ദു ശേഖർ, വയസ്സ് 27. ഏട്ടൻ്റെ വിവാഹശേഷം മാത്രമേ താനും കല്യാണം കഴിക്കുള്ളൂ എന്ന വാശിയിലാണ് അമലേന്ദു. എന്നാൽ ഓരോ ആലോചന വരുമ്പോഴും അവനെല്ലാം തള്ളിമാറ്റി വിടുവാണ്. അങ്ങനെയിരിക്കെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ച് മീനാക്ഷിയും രാജശേഖരനും ആരുഷി എന്നൊരു പെൺകുട്ടിയെ കാണാൻ ഇടവന്നു. ഒറ്റ നോട്ടത്തിൽ അവർക്കവളെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവർ ആരുഷിയെപ്പറ്റി തിരക്കുന്നു. ഒരുപാട് സാമ്പത്തികമൊന്നുമില്ലാത്ത വീട്ടിലെ ഒരു പാവം പെൺകുട്ടി. ബിടെക് കഴിഞ്ഞ ശേഷം ജോലികൾ അന്വേഷിക്കുകയാണ്. ഒരു ബ്രോക്കർ മുഖേന രാജശേഖരൻ ആരുഷിയുടെ അച്ഛൻ സോമനെ കണ്ട് വിവാഹം ആലോചിക്കുന്നു. അവർക്കാണെങ്കിൽ ഇതിൽ പരം ഒരു സന്തോഷം ബാക്കിയില്ല. ആ നാട്ടിലെ ഏറ്റവും സമ്പന്ന കുടുംബത്തിലേക്ക് മകളെ വിവാഹം കഴിച്ചയക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പരം മറ്റെന്ത് ഭാഗ്യമാണ് തങ്ങളുടെ മകൾക്കിനി വരാൻ പോകുന്നത്. സോമനും ഭാര്യ സിന്ധുവും ഒരുപാട് സന്തോഷത്തിലായി. ആരുഷിക്ക് മൂത്തത് അരുണിമ. അവളുടെ വിവാഹം കഴിഞ്ഞു. കുറച്ച് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അവൾക്ക്. സ്വന്തമായി അവൾക്കൊരു വീട് പോലുമില്ല. ഭർത്താവിൻ്റെ വീട്ടിലും ചില പ്രശ്നങ്ങളൊക്കെ കാരണം അവൾ അവളുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആരുഷിക്ക് ഇളയവളായി മറ്റൊരു പെൺകുട്ടി കൂടിയുണ്ട്. ആ കുട്ടിയും പഠിക്കുകയാണ്. സോമൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അയാളുടെ ഒറ്റ വരുമാനത്തിലാണ് ആ കുടുംബം പുലർന്നു പോകുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഈ വിവാഹാലോചന അവരെ തേടി എത്തുന്നത്. ഒരുപാട് സന്തോഷത്തോടെയാണ് അവരെല്ലാം അത് സ്വീകരിച്ചത്. കാണാൻ സുന്ദരിയായ ആരുഷിയെ രാജശേഖരൻ്റെ മകൻ എവിടെയെങ്കിലും വെച്ച് കണ്ടിഷ്ടപ്പെട്ടതായിരിക്കും. അങ്ങനെ വിവാഹം ആലോചിച്ചതായിരിക്കുമെന്നാണ് അവരുടെയൊക്കെ ധാരണ. ആരുഷിയോടും ഈ ആലോചനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ലായിരുന്നു. കാരണം രാജശേഖരനും ഭാര്യ മീനാക്ഷിയും പെണ്ണ് കാണാനായി വന്നപ്പോൾ വളരെ താല്പര്യത്തോടെയാണ് അവളോട് സംസാരിച്ചത്. മകൻ ആ സമയത്ത് ബാംഗ്ലൂരിലുള്ള അവരുടെ കമ്പനി നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ അവൻ എത്തുമെന്നും വന്ന ശേഷം ഒന്നുകൂടി വരാമെന്നും ഒക്കെ പറഞ്ഞ് അവർ മടങ്ങിപ്പോയത്. ആരുഷിയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഈ വിവാഹം എന്തെങ്കിലും ട്രാപ്പാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ കണിമംഗലത്തെ തറവാട്ടിലെ ആളുകളെക്കുറിച്ചൊക്കെ നാട്ടുകാർക്ക് വലിയ അഭിപ്രായമായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം രാജശേഖരൻ ആരുഷിയുടെ വീട്ടിൽ വീണ്ടും എത്തി. തങ്ങളുടെ കമ്പനിയിൽ ആരുഷിക്ക് ജോലി കൊടുക്കുകയും അതുപോലെ തന്നെ അവളുടെ ചേട്ടത്തിയുടെ ഭർത്താവിന് ജോലി ശരിയാക്കി കൊടുക്കുകയും അവർക്കൊരു വീട് വാങ്ങി കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ലെന്ന് പറഞ്ഞ് സോമനും സിന്ധുവും അയാളെ എതിർത്തതാണ്. നമ്മൾ ബന്ധുക്കളാകാൻ പോകുന്നവരല്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രാജശേഖരൻ സോമനെ ചേർത്ത് പിടിച്ചു. ഈ സമയത്ത് നാട്ടിൽ വന്ന കാർത്തിക് തൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് കേട്ടതും അമ്മയോട് വഴക്കുണ്ടാക്കുകയായിരുന്നു. നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അങ്ങനെ ആരുമില്ലെന്നാണ് അവൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ ഇത് സമ്മതിച്ചുകൂടെയെന്ന് അയാൾ ചോദിച്ചു. പക്ഷെ അവന് ഇഷ്ടമല്ല, വിവാഹം വേണ്ട, അതാണ് അവൻ്റെ തീരുമാനം. ഈ സമയത്ത് അമലേന്ദുവിനും നല്ലൊരു ആലോചന വന്നു. ചേട്ടൻ വിവാഹം കഴിച്ചെങ്കിൽ മാത്രമേ താൻ ഇതിന് സമ്മതിക്കുകയുള്ളൂവെന്ന് അവൾ തീർത്തു പറഞ്ഞപ്പോൾ അവൻ നിസ്സഹായനായി മാറി. അങ്ങനെ ഒടുവിൽ കാർത്തിക് ആരുഷിയെ കാണാൻ പോകാൻ തീരുമാനിച്ചു. പോകുമ്പോൾ ഡ്രൈവറാണ് അവനോട് പറഞ്ഞത് രാജശേഖരൻ വീട് വാങ്ങിക്കൊടുത്തതും അവൾക്ക് ജോലി വാങ്ങിക്കൊടുത്തതുമൊക്കെ. എല്ലാം കേട്ടതും അവൻ ആരുഷിയോടും അവളുടെ വീട്ടുകാരോടും പുച്ഛമായിരുന്നു. കാർത്തിക് ആരുഷിയുടെ വീട്ടിൽ വന്നു. അവളെ കണ്ട ശേഷം പേഴ്സണലായിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടതും ആരുഷിക്ക് പേടിയായി. നാളെ രാവിലെ 11 മണിക്ക് അമ്പലത്തിനടുത്തുള്ള പാർക്കിലെത്തണമെന്ന് അവൻ പറഞ്ഞിട്ട് പോയി. ഇക്കാര്യം വീട്ടിൽ പറയാനും അവൾക്ക് പേടിയായി.
കാർത്തിക്കിന് ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്നും ഏകദേശം ഒരു ഊഹം അവൾക്കുണ്ടായിരുന്നു. കാരണം അവൻ്റെ മുഖഭാവവും സംസാരവും ഒക്കെ ആ തരത്തിലായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആരുഷി അമ്പലത്തിൽ പോകാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. കൃഷ്ണൻകോവിലിൽ വന്നിട്ട് ഭഗവാനോട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചു. തനിക്ക് വിധിച്ചതല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ വിവാഹം നടത്തിക്കരുതേ എന്നാണ് അവളുടെ പ്രാർത്ഥന. ഇരുമിഴികളും കൂപ്പി കണ്ണനെ നോക്കി തൊഴുതു പ്രാർത്ഥിച്ചപ്പോൾ തൊട്ടരികിൽ ആരോ ഒരാൾ വന്ന് നിൽക്കുന്നതും ശരീരത്തിൽ നിന്നും മതിപ്പിക്കുന്ന ഒരു സുഗന്ധം വന്ന് തന്നെ പൊതിയുന്നതായും അവൾ അറിഞ്ഞു. പതിയെ കണ്ണു തുറന്ന് വലതുവശത്തേക്ക് മുഖം തിരിച്ചു നോക്കിയപ്പോൾ ഡാർക്ക് ബ്ലൂ നിറമുള്ള കുർത്തയും കസവും മുണ്ടുമുടുത്ത് കാർത്തിക് നിൽക്കുന്നതാണ് അവൾ കണ്ടത്. പെട്ടെന്ന് അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ്റെ തീക്ഷ്ണമായ നോട്ടവും മുഖത്തെ ഗാംഭീര്യവും കാണുമ്പോൾ വീണ്ടും വീണ്ടും ആരുഷി ഭയന്നു പോയി. വരൂ, തികഞ്ഞ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ ആരുഷിയും അവൻ്റെ പിന്നാലെ നടന്നു ചെന്നു. എൻ്റെ അച്ഛൻ ഈ വിവാഹത്തിൻ്റെ പേരിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓഫർ തന്നത്? യാതൊരു മുഖവുരയും കൂടാതെ അവൻ ചോദിച്ചതും ആരുഷിയുടെ മിഴികൾ താന്നു. ചോദിച്ച കേട്ടില്ലേ നീ? അവൻ്റെ ശബ്ദം ഇത്തിരി മുറുകിയതും ആരുഷി ഭയത്തോടെ അവനെ ഉറ്റുനോക്കി. എന്തൊക്കെയാടി എൻ്റെ അച്ഛൻ തന്നത്? അത് പിന്നെ എനിക്ക് സാറിൻ്റെ കമ്പനിയിൽ അക്കൗണ്ടിംഗ് സെക്ഷനിൽ ജോലി തന്നു. പിന്നെ എൻ്റെ ചേച്ചിക്ക് 10 സെൻറ്റ് സ്ഥലവും ഒരു വീടും വാങ്ങി തന്നു. ചേച്ചിയുടെ ഹസ്ബൻഡിന് സാറിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി. അവിടെ തന്നെ എൻ്റെ ചേച്ചിക്കും. അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ കാർത്തിക് കൈയെടുത്ത് വിലക്കി. ഇനഫ്! അവൻ അലറിയതും ആരുഷി പേടിച്ചു വിറച്ചു. സർ, മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടരുത്. എല്ലാവരും കൂടി എനിക്ക് വിലയിട്ടു അല്ലടി പുല്ലേ. അവൻ മുരണ്ടതും ആരുഷി ദയനീയമായി ആ മുഖത്തേക്ക് നോക്കി. ശരവേഗത്തിൽ പാഞ്ഞു പോയിരുന്നു അവൻ. അപ്പോഴേക്കും കളി തുടങ്ങും, അതും ഞാൻ ഒറ്റയ്ക്ക് തന്നെ. തിരികെ ആരുഷി അവളുടെ വീട്ടിലേക്ക് പോയി. കാർത്തിക്കിനെ കണ്ട കാര്യം അവൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. അവൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് അവളും കരുതി. ഈ വിവാഹത്തിൽ നിന്നും കാർത്തിക് പിന്മാറുമെന്ന് കരുതിയ ആരുഷി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. എത്രയും പെട്ടെന്ന് വിവാഹം നടത്താനും അതിനുശേഷം അനുജത്തിയുടെ കല്യാണമെന്നും അവൻ ഇരു കുടുംബങ്ങളെയും അറിയിച്ചു. കാർത്തിക് എന്തെങ്കിലും ഗൂഢമായ തന്ത്രം മെനയുന്നുണ്ടോ എന്ന് അവൾ ചിന്തിച്ചു. എന്നാൽ പിന്നീടുള്ള അവൻ്റെ സമീപനം, ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴാണ് പിന്നീട് അവനെ നേരിട്ട് കാണുന്നത്. പേടിച്ചു വിറച്ചു നിന്നിരുന്ന ആരുഷിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് കാർത്തിക് ആ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി. സർ, അവൾ മൃദുവായി വിളിച്ചു. നോ നോ, സാറല്ല, കാർത്തിയേട്ടൻ, അങ്ങനെ വിളിക്കാവൂ, ഓക്കെ? പ്രണയാതുരമായ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. തുടരും. ചെറുകഥയാണ് അടുത്ത പാട്ടിൽ അവസാനിക്കും കേട്ടോ.